ഹായ്, 10ാം ക്ലാസ് കെമിസ്ട്രിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും. ഇതിലെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ പാഠഭാഗത്തെ വേണമെങ്കിൽ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്ന്, ക്രിയാശീല ശ്രേണി എന്താണെന്നുള്ളതും, രണ്ടാമത് അതുമായി ബന്ധപ്പെട്ടുള്ള വൈദ്യുത രസതന്ത്രം അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി എന്താണെന്നുള്ളതുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രോ കെമിസ്ട്രി നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ സെല്ലുകളിൽ, ബാറ്ററികളിലൊക്കെ ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് റിയാക്ടിവിറ്റി സീരീസ് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സിൽ ഒരു 40 കുട്ടികളുണ്ടെന്ന് കരുതുക. നമ്മളിപ്പോൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 10ാം ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെന്ന് കരുതുക. ഈ 40 കുട്ടികളിൽ എല്ലാവർക്കും പരീക്ഷ നടത്തുമ്പോൾ ഒരേ മാർക്കായിരിക്കും ഉണ്ടാവുക? അല്ല, 40 കുട്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള മാർക്കുകളായിരിക്കും. ചില കുട്ടികൾക്ക് സെയിം ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ 40 കുട്ടികളുടെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയുണ്ടാവും, ഏറ്റവും മോശമായി പഠിക്കുന്ന കുട്ടിയും ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, പിന്നെ അതിൻ്റെ താഴെയുള്ള കുട്ടി, പിന്നെ അതിൻ്റെ താഴെയുള്ള കുട്ടി, നമുക്കൊരു റാങ്കിങ് സിസ്റ്റത്തിൽ വേണമെങ്കിൽ കുട്ടികളുടെ പേര് ഇങ്ങനെ താഴോട്ട് എഴുതി വെക്കാൻ പറ്റും. അതായത് കുട്ടികളുടെ പഠിക്കുന്ന രീതിയിലുള്ള കുറവിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ നമ്മളിങ്ങനെ താഴോട്ട് പേര് എഴുതി വെക്കുന്നു, അല്ലേ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് കുട്ടികളെ അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് 40 കുട്ടികളുടെ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏറ്റവും ഉയരം കൂടിയ ആൾ താഴോട്ട് വരുന്തോറും ഉയരം കുറഞ്ഞു വരുന്ന രീതിയിൽ കുട്ടികളുടെ പേരെഴുതാം. അല്ലെങ്കിൽ വെയിറ്റിൻ്റെ, തൂക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വെയിറ്റുള്ള കുട്ടികളെ മുകളിൽ എഴുതി താഴോട്ട് വരുന്തോറും തൂക്കം കുറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഏതൊരു കാര്യത്തിനെയും ഒന്നുകിൽ അത് കൂടി വരുന്ന ക്രമത്തിൽ അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന ക്രമത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവയെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഏതൊരു കാര്യത്തിനെയും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതേപോലെ ലോഹങ്ങളെ അഥവാ മെറ്റൽസിനെ, അവയ്ക്ക് കെമിക്കൽ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള കഴിവ്, ഈ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള കഴിവിന് നമ്മൾ പറയുന്ന പേരാണ് റിയാക്ടിവിറ്റി എന്ന്, ക്രിയാശീലത എന്ന്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള കഴിവിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ക്രിയാശീലത അല്ലെങ്കിൽ റിയാക്ടിവിറ്റി. ഉദാഹരണം, ഒരു മെറ്റൽ, ഒരു ലോഹം നന്നായിട്ട് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു. ഉദാഹരണം നമുക്കറിയാം, നമ്മളെടുത്തൊരു കഷ്ണം സോഡിയം മെറ്റലാണ്, നമുക്കറിയാം. നമ്മൾ സോഡിയത്തെ വെള്ളത്തിലിട്ടിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോഡിയം പെട്ടെന്ന് വെള്ളവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. എന്നാലോ നമ്മുടെ സ്വർണം കൊണ്ടുണ്ടാക്കുന്ന ആഭരണങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ടോ വെള്ളവുമായിട്ട്? ഇല്ല. സ്വർണം എന്നും അതേപോലെ ഇല്ലേ? നമ്മൾ സ്വർണം കഴുകിയത് കൊണ്ട് സ്വർണം തേഞ്ഞു പോവോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വർണം അവിടെ രാസപ്രവർത്തനം നടക്കുന്നില്ല. അതാണ് തേഞ്ഞു പോവുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ച് ഞാൻ, അവിടെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ചില ലോഹങ്ങൾ പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും, ചിലത് വളരെ സാവധാനത്തിലെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ലോഹങ്ങളിൽ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ മെറ്റൽസിനെ, അവ ഏറ്റവും കഴിവ് കൂടിയ ആൾ, പിന്നെ കഴിവ് കുറഞ്ഞത്, പിന്നെ കഴിവ് കുറഞ്ഞത്, പിന്നെ വീണ്ടും കുറഞ്ഞത്, ഈ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവയെ ക്രമീകരിക്കുന്നു, നമ്മൾ അവയെ അറേഞ്ച് ചെയ്യുന്നു. ഈ അറേഞ്ച്മെൻറ്റിനെ എങ്ങനെ ഓൺ ദ എബിലിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള അവയുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ, ഓർ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ റിയാക്ടിവിറ്റി, അവയുടെ റിയാക്ടിവിറ്റിയുടെ ബേസിൽ, അവയുടെ ക്രിയാശീലതയുടെ ബേസിൽ, അല്ലെങ്കിൽ ഒന്നും കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് ദർ ഡിക്രീസിങ് ദ റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവയെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവയുടെ ക്രിയാശീലത കുറഞ്ഞു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിയാശീല ശ്രേണി, റിയാക്ടിവിറ്റി സീരീസ് എന്ന്. ഓക്കെ,
നമുക്കതൊന്ന് എഴുതി നോക്കാം. ആദ്യമായിട്ട് റിയാക്ടിവിറ്റി സീരീസ് എഴുതുമ്പോൾ നമുക്ക് വരുന്നത് ഒന്ന് പൊട്ടാസ്യം, ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരു മെറ്റലായിട്ട് നമ്മൾ എടുക്കുന്നത് പൊട്ടാസ്യമാണ് നമുക്ക് പഠിക്കാനുള്ളതിൽ. പിന്നെ നമ്മൾ എഴുതിയത് ഏതാണ്? സോഡിയം. സോഡിയം രണ്ടാമതായിട്ട് റിയാക്ടിവിറ്റി ഉള്ള ഒരു മെറ്റൽ. പിന്നെ കാൽസ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്. അലുമിനിയം, സിങ്ക്. പിന്നെയോ പിന്നെ അയേൺ, നിക്കൽ, ടിൻ. അയേൺ, നിക്കൽ, ടിൻ. ഓക്കെ, ലെഡ്. ഇപ്പൊ നോക്കുക, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയേൺ, നിക്കൽ, ടിൻ, ലെഡ് നമ്മൾ എഴുതി. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഞാൻ എഴുതുന്നു കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇപ്പം ഞാൻ കുറച്ച് മെറ്റൽസിനെ എഴുതി കഴിഞ്ഞു. ഈ എഴുതിയത് താഴോട്ട് വരും തോറും ഈ മെറ്റൽസിന് റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള അവയുടെ എബിലിറ്റി ഡിക്രീസിങ്, കുറയുന്നു. ഏറ്റവും കൂടുതൽ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള എബിലിറ്റി ഉള്ള ആള്, ഏറ്റവും കൂടുതൽ രാസപ്രവർത്തനത്തിൽ പെട്ടെന്ന് പങ്കെടുക്കാൻ കഴിവുള്ള ആള് ആരാണ്? പൊട്ടാസ്യമാണ് നമുക്ക് തന്നിട്ടുള്ളതിൽ. അതായത് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി, ക്രിയാശീലത കൂടിയ ആള് പൊട്ടാസ്യമാണ്. ഇനി നമുക്ക് നോക്കാം ഈ റിയാക്ടിവിറ്റി സീരീസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ റിയാക്ടിവിറ്റി സീരീസ് ആദ്യം കുറച്ച് റിയാക്ഷൻ കഴിഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനൊന്ന് നേരെ തിരിച്ച് പറയുന്നു. ഇനി നമുക്ക് മെറ്റൽസിൻ്റെ കുറച്ച് റിയാക്ഷൻസ് നോക്കാം. മെറ്റല് വാട്ടറുമായിട്ട് എങ്ങനെ റിയാക്ഷൻ നടക്കുന്നു? റിയാക്ഷൻ വിത്ത് വാട്ടർ. മെറ്റല് ജലവുമായി എങ്ങനെ റിയാക്ഷൻ വിത്ത് വാട്ടർ, ജലവുമായി മെറ്റൽസ് എങ്ങനെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു? നമ്മളടുത്ത് ഒരു 2-3 മെറ്റൽ നമുക്ക് തരികയാണ്. 1 സോഡിയം തന്നു, 2 മെഗ്നീഷ്യം തന്നു, 3 കോപ്പർ തന്നു. ഇങ്ങനെ 3 മെറ്റൽ നമുക്ക് തരുന്നു. ഈ 3 മെറ്റലിൽ ഏതെങ്കിലും ഒരു 3 മെറ്റൽ, ഞാനൊരു 3 മെറ്റൽ എക്സാമ്പിൾ ആയിട്ട് എടുത്തു എന്ന് മാത്രം. ഈ 3 മെറ്റലിൽ ഏറ്റവും കൂടുതൽ ജലവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ആര്? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അറേഞ്ച് ദം, അവയെ നമുക്ക് അറേഞ്ച് ചെയ്യണം ഇൻ ദയർ ഡിക്രീസിങ് ഓർഡർ ടുവാർഡ്സ് റിയാക്ഷൻ വിത്ത് വാട്ടർ. വാട്ടറുമായിട്ടുള്ള റിയാക്ഷനിൽ അവ ഏറ്റവും ഏറ്റവും കൂടിയത്, പിന്നെ കുറഞ്ഞത് ഈ ക്രമത്തിൽ എഴുതാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതിനാണ് നമ്മൾ ഈ റിയാക്ടിവിറ്റി സീരീസ് നമ്മുടെ മനസ്സിലുണ്ടാവണം. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, പിന്നെ കോപ്പർ, സിൽവർ, ഗോൾഡ്. ഓക്കെ, ഈ സംഭവം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എപ്പോൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും പരീക്ഷയ്ക്ക് റിയാക്ടിവിറ്റി സീരീസ് തരുമെങ്കിലും നമുക്കത് പെട്ടെന്ന് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതണം. NTSE പോലെയുള്ള പരീക്ഷകളിൽ നമുക്ക് 10ാം ക്ലാസ്സുകാർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയാണല്ലോ. ആ പരീക്ഷകളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അല്ലേ, ഇങ്ങനെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ആ ഒരു ക്രമത്തിൽ തന്നെ നമ്മളിത് കാണാതെ പഠിച്ചു വെക്കണം. എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സമയം കുറഞ്ഞ് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. ഒരു പേപ്പറിൽ എഴുതിയിട്ട് റൂമിൽ എഴുതി ഒട്ടിക്കുക റിയാക്ടിവിറ്റി സീരീസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാം, നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം. സോഡിയം, മെഗ്നീഷ്യം, കോപ്പർ, ഈ 3 എണ്ണത്തിൽ വാട്ടറുമായിട്ട് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ആര്? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം എഴുതാം. നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിൽ സോഡിയം ആണോ, മെഗ്നീഷ്യം ആണോ, കോപ്പർ ആണോ മുകളിൽ എന്ന് നോക്കുക. സോഡിയമാണ് മുകളിൽ. സോഡിയം കഴിഞ്ഞിട്ടാണ് മെഗ്നീഷ്യം വരുന്നത്. മെഗ്നീഷ്യം കഴിഞ്ഞ് ഒരുപാട് താഴെയാണ് ആര് വരുന്നത്? കോപ്പർ വരുന്നത്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റും ആരാണ് ഏറ്റവും കൂടുതൽ റിയാക്ഷനിൽ പങ്കെടുക്കുക. ഏറ്റവും കൂടുതൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് സോഡിയം. പെട്ടെന്ന് റിയാക്ടിവിറ്റി ഉള്ളത് സോഡിയം, പിന്നെ മെഗ്നീഷ്യം, പിന്നെയാണ് ആര് വരുന്നത്? കോപ്പർ വരുന്നത്. കോപ്പറിൻ്റെ ഒരു പ്രത്യേകത, കോപ്പർ വെള്ളവുമായിട്ട് സാധാരണഗതിയിൽ എന്ത് ചെയ്യാറില്ല? റിയാക്ഷൻ നടക്കാറില്ല. മെഗ്നീഷ്യം തന്നെ വെള്ളവുമായിട്ടുള്ള റിയാക്ഷൻ ഹോട്ട് വാട്ടർ ആവുമ്പോഴാണ് പെട്ടെന്ന് റിയാക്ഷൻ നടക്കുക. സോഡിയത്തിന് സാധാരണ വെള്ളം മതി, ചൂടാക്കൊന്നും വേണ്ട. ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുക? റിയാക്ഷൻ്റെ സ്പീഡ് ഒന്നുകൂടി കൂടും, അല്ലേ? മെഗ്നീഷ്യം ആണെങ്കിൽ ഹോട്ട് വാട്ടറുമായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. കോപ്പർ വെള്ളവുമായിട്ട് എന്ത് ചെയ്യില്ല? റിയാക്ഷൻ നടക്കില്ല. നമുക്കറിയാം ഈ താഴെ കൊടുത്തിട്ടുള്ള 3 എണ്ണം, കോപ്പർ, സിൽവർ, ഗോൾഡ്, അല്ലേ? കോപ്പർ, സിൽവർ, ഗോൾഡ്, ഈ 3ഉം നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഇത്
വെള്ളവുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. നോർമൽ കണ്ടീഷനിൽ വെള്ളവുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചു വേറെ രണ്ട് എലമെൻറ്റുകൾ ചോദിച്ചു. പൊട്ടാസ്യം, കാൽസ്യം, സിങ്ക്, അലുമിനിയം. ഇത് വെള്ളവുമായിട്ടുള്ള രാസപ്രവർത്തനത്തിൻ്റെ റിയാക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ അവയെ ക്രമീകരിക്കാൻ പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കുക, ചില എലമെൻറ്റ്സ് ഒന്നും ചില മെറ്റൽസ് ഒന്നും നോർമൽ കോൾഡ് വാട്ടറുമായിട്ട് എന്ത് ചെയ്യില്ല, റിയാക്ഷൻ നടക്കില്ല. എന്നാലും നമുക്ക് ഇങ്ങനെ ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിൻ്റെ ഉത്തരം എഴുതാമെന്നുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് എടുക്കുക. ഏറ്റവും മുകളിൽ ആരാണ്? പൊട്ടാസ്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ആർക്കാണ്? റിയാക്ടിവിറ്റി പൊട്ടാസ്യത്തിനാണ്. പിന്നെ കാൽസ്യം, സിങ്ക്, അലുമിനിയം. പിന്നെ വരുന്നത് കാൽസ്യമാണ്, പിന്നെ അലുമിനിയമാണ്, പിന്നെ സിങ്കാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ? കാൽസ്യം, പിന്നെ അലുമിനിയം, പിന്നെ സിങ്ക്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റി. റിയാക്ഷൻ വിത്ത് വാട്ടർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? റിയാക്ഷൻ വിത്ത് വാട്ടർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ഷൻ വിത്ത് എയർ ആണ്. അതായത് വായുവുമായിട്ട് എങ്ങനെയാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. നമുക്കറിയാം മെറ്റൽസിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഒരു അലുമിനിയ പാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അലുമിനിയം എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്, ലോഹമാണ് അല്ലേ? ഈ അലുമിനിയ പാത്രം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവും? ഒരു മെറ്റാലിക് ലെസ്ചർ ഉണ്ടാവും. മെറ്റാലിക് ലെസ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിളക്കമുണ്ടാവും. നമ്മളതിന് മലയാളത്തിൽ ലോഹദ്യുതി എന്നാണ് പറയുന്നത്. ഒരു ഷൈനിങ് അപ്പിയറൻസ്, ഒരു ഷൈനി അപ്പിയറൻസ് അല്ലേ? ഒരു തിളക്കം ഉണ്ടാവും. അലുമിനിയ പാത്രം പുതുതായിട്ട് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഉപയോഗിച്ച് ഒരു 2-3 മാസം കഴിയുമ്പോഴേക്ക്, അല്ലെങ്കിൽ 1-2 ആഴ്ച കഴിയുമ്പോഴേക്ക് തന്നെ അതിൻ്റെ ആ തിളക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ അത് തിളങ്ങും. എങ്ങനെ? നമ്മൾ നന്നായിട്ടൊന്ന് ഉരസി കഴിഞ്ഞാൽ അല്ലേ? നമ്മൾ ഒരു സോഡിയത്തിൻ്റെ ഒരു കഷ്ണം, നമ്മൾ മുറിച്ച ഒരു കഷ്ണം എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തിളങ്ങുന്നത് കാണാൻ പറ്റും. എന്നാലോ സ്വർണത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, സ്വർണത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നില്ല. അപ്പം നമുക്ക് എന്താ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക? തിളക്കം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിലുള്ള എയറുമായിട്ട്, വായുവുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുമ്പോഴാണ് തിളക്കം നഷ്ടപ്പെടുന്നത്. വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ലോഹങ്ങൾക്ക് അവയുടെ ദ്യുതി അല്ലെങ്കിൽ ഷൈനി അപ്പിയറൻസ് എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ അവയുടെ മെറ്റാലിക് ലെസ്ചർ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ഇങ്ങനെ മെറ്റാലിക് ലെസ്ചർ നഷ്ടപ്പെടാനുള്ള കാരണം ആ മെറ്റൽ ആരുമായിട്ട് റിയാക്ഷൻ നടക്കുകയാണ്? ആരുമായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്? അന്തരീക്ഷത്തിലുള്ള അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവയ്ക്ക് അതിന് നഷ്ടപ്പെടുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ മെഗ്നീഷ്യത്തിൻ്റെ ഒരു കഷ്ണം നമ്മൾ എടുത്തു. ആ മെഗ്നീഷ്യത്തിൻ്റെ ഒരു കഷ്ണം നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത ഭാഗത്ത് നന്നായിട്ട് തിളങ്ങുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ തിളക്കം എങ്ങനെ നഷ്ടപ്പെടുന്നു? നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? റിയാക്ഷൻ വിത്ത് എയർ, റൈറ്റ്? റിയാക്ഷൻ വിത്ത് എയർ. നമ്മൾ ഒരു മെഗ്നീഷ്യത്തിൻ്റെ ഒരു കഷ്ണം എടുത്തു. ഓക്കെ, മെഗ്നീഷ്യം നന്നായിട്ട് തിളങ്ങുന്ന ഒരു കഷ്ണമാണ്. കാരണം എന്താ? നമ്മൾ പുതുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു മെഗ്നീഷ്യം റിബണിൻ്റെ ഒരു പീസ് എടുത്തു. ഓക്കെ, അത് നമ്മൾ കുറച്ച് നേരം വായുവിൽ വെച്ച് കഴിഞ്ഞാൽ ആരുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടും? ഓക്സിജനുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടും. ഓക്സിജനുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള മെഗ്നീഷ്യം എന്തായിട്ട് മാറും? മെഗ്നീഷ്യം ഓക്സൈഡായിട്ട് മാറും. മെഗ്നീഷ്യം ഓക്സൈഡായിട്ട് മാറും. അതായത് ഏതൊരു വസ്തുവും ഏതൊരു മെറ്റലും സാധാരണഗതിയിൽ ആരുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും? ആരുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും? വായുവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ അലുമിനിയ പാത്രത്തിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കോപ്പർ പാത്രങ്ങളുടെ, ചെമ്പ് പാത്രങ്ങളുടെ തിളക്കം വാങ്ങിയ ഉടനെയുള്ള തിളക്കം ഉണ്ടാവുമോ? ഇല്ല. പിന്നെ ഒരു തരം ക്ലാവ് പിടിച്ചിട്ടുണ്ടാവും, ഒരു പച്ച കളർ, വേർഡിഗിരീസ്. നമ്മളതിന് പറയുന്ന പേരാണ് വേർഡിഗിരി അല്ലേ? അതിൻ്റെ ക്ലാവ് ക്രമേണ പിടിച്ചിട്ടുണ്ടാവും. എന്താ കാരണം? എന്താണ്? അത് കോപ്പർ ആരുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു? അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു, എയറുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. എന്നാൽ നമ്മുടെ ഗോൾഡ് ഇതേപോലെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമോ? ഇല്ല, ഗോൾഡ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ഒരു നേരത്തെ തന്ന പോലെ തന്നെ ഒരു 3-4 മെറ്റൽസ് തന്നു. അലുമിനിയം, ഒന്ന് അലുമിനിയം തന്നു. 2 നമുക്ക് സോഡിയം തന്നു, സോഡിയം. അയേൺ, ഓക്കെ, മെഗ്നീഷ്യം. 4 എലമെൻറ്റുകൾ തന്നു, 4 മെറ്റൽസ് തന്നു. എന്നിട്ട് പറയുകയാണ് ഇവയെ
അവയുടെ റിയാക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യാൻ മീൻസ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, ഈ 4 എണ്ണത്തിൽ ഏറ്റവും നന്നായി എയറുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ആര്? ഇതിൽ ഏറ്റവും നന്നായിട്ട് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഹാസ് മോർ റിയാക്ടിവിറ്റി ടുവാർഡ്സ് എയർ, ഏറ്റവും കൂടുതൽ എയറുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള റിയാക്ടിവിറ്റിയുള്ള ക്രിയാശീലതയുള്ള മെറ്റൽ ഏത്? അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കും ഇതിനെ അറേഞ്ച് ചെയ്യാൻ, അവയുടെ റിയാക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ അലുമിനിയം, സോഡിയം, അയേൺ, മെഗ്നീഷ്യം നമ്മൾ നോക്കുക. നമുക്ക് തന്നിട്ടുള്ളതിൽ ഏറ്റവും ആദ്യം ഇതിൽ സോഡിയമാണ് 1ാം സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആരെ എഴുതി? സോഡിയത്തിന് എഴുതി. ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ ആളായിട്ട് നമ്മൾ സോഡിയത്തിന് എഴുതി. പിന്നെ ആരൊക്കെയുണ്ട്? ഇപ്പോൾ സോഡിയം കഴിഞ്ഞു. ഇനി അലുമിനിയം, അയേൺ, മെഗ്നീഷ്യം ഉണ്ട്. അലുമിനിയം, അയേൺ, മെഗ്നീഷ്യം കണ്ടോ, മെഗ്നീഷ്യം ഇവിടെ അടുത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത ആളായിട്ട് നമ്മൾ ആരെ എഴുതി? മെഗ്നീഷ്യത്തിനെ എഴുതി. ഓക്കെ, മെഗ്നീഷ്യത്തിനെയും കട്ട് ചെയ്തു. ഇനി നമ്മളടുത്ത് ആരൊക്കെ ഉണ്ട്? അലുമിനിയവും അയേണും ഉണ്ട്. അലുമിനിയം ഉണ്ട്, അയേണും ഉണ്ട്. ഓക്കെ, അലുമിനിയത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതലുള്ളത്, അതുകൊണ്ട് നമ്മൾ ആരെ എഴുതി? അലുമിനിയം. പിന്നെ നമ്മൾ ആരെ എഴുതി? അയേൺ എഴുതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നമുക്ക് റിയാക്ടിവിറ്റി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 രാസപ്രവർത്തനങ്ങളാണ് ഇവിടെ പറഞ്ഞു വന്നത്. ഏതൊക്കെയാണ്? റിയാക്ഷൻ വിത്ത് വാട്ടറും റിയാക്ഷൻ വിത്ത് എയറും. ഓക്കെ, ഇനി അടുത്ത റിയാക്ഷൻ നമുക്ക് നോക്കാം. ഇനി നമുക്ക് അടുത്ത റിയാക്ഷൻ വിത്ത് ആസിഡ് ആണ്. റിയാക്ഷൻ വിത്ത് ആസിഡ്സ്, ആസിഡുമായിട്ട് എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക എന്നുള്ളത്. റിയാക്ഷൻ വിത്ത് ആസിഡ്സ്, ഈ ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടുന്ന് ലിബറേറ്റ് ചെയ്യുന്ന ഒരു ഗ്യാസ് ഉണ്ട്, അവിടുന്ന് പുറത്തോട്ട് വരുന്ന ഒരു വാതകമുണ്ട്. ഏതാണ് ആ വാതകം? ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും, അല്ലേ? ഹൈഡ്രജൻ വാതകം ലിബറേറ്റ് ചെയ്യും. സാധാരണഗതിയിൽ മെറ്റൽസ് ഒക്കെ ഡൈല്യൂട്ടഡ് എച്ച് സി എല്ലുമായിട്ട് എന്ത് ചെയ്യും? രാസപ്രവർത്തനത്തിൽ കെമിക്കൽ റിയാക്ഷൻസിൽ ഏർപ്പെടും. ഈ കെമിക്കൽ റിയാക്ഷൻസിൽ ഏർപ്പെടുമ്പോൾ ഇവിടുന്ന് നോക്കുക, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കുക. ഈ റിയാക്ടിവിറ്റി സീരീസിൽ ഇവിടുന്ന് ഇത്രയും ആളുകൾ, ഇതാ ഈ ലെഡ് വരെയുള്ള ആളുകൾ ഡൈല്യൂട്ട് എച്ച് സി എല്ലുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടുന്ന് എന്ത് ലിബറേറ്റ് ചെയ്യും? എന്ത് ഗ്യാസ് പുറത്തോട്ട് വരും? ഹൈഡ്രജൻ ഗ്യാസ് പുറത്തോട്ട് വരും. ഈ ആളുകൾ, താഴെയുള്ള ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യൂല? ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യൂല. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഹൈഡ്രജനും കൂടി വെക്കുന്നു. ഹൈഡ്രജൻ മെറ്റലായിട്ടല്ല, ഹൈഡ്രജൻ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഈ ഹൈഡ്രജൻ്റെ മുകളിലോട്ടുള്ള ആളുകൾ ഇപ്പോൾ ഹൈഡ്രജൻ അവ എന്ത് ചെയ്യും? ഡൈല്യൂട്ട് എച്ച് സി എല്ലുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ ഏത് ഗ്യാസ് ലിബറേറ്റ് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. താഴെയുള്ള ആളുകൾ ഡൈല്യൂട്ട് എച്ച് സി എല്ലുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല? ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആസിഡുമായിട്ടുള്ള രാസപ്രവർത്തനം എന്ന് പറയുന്നത്. റിയാക്ഷൻ വിത്ത് ആസിഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യമാണ്. അതായത് ഇത്രയും ആളുകൾ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ് ഇത്രയും ആളുകൾ ഡൈല്യൂട്ട് എച്ച് സി എല്ലുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടുന്ന് ഏത് ഗ്യാസ് ലിബറേറ്റ് ചെയ്യും? ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസ് വാതകം ലിബറേറ്റ് ചെയ്യും. താഴെയുള്ള ആളുകൾ കോപ്പർ, സിൽവർ, ഗോൾഡ്, ഈ 3 ആളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കോപ്പറിന് കുപ്രം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ്, AG അർജൻറ്റം, AU ഓറം, ഈ ലാറ്റിൻ വേർഡ് നിന്നാണ് ഇതിൻ്റെ സിമ്പിൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോട്ടെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. നമ്മൾ പറഞ്ഞു വന്നത് ഈ 3 ആളുകൾ ഡൈല്യൂട്ട് എച്ച് സി എല്ലുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ ഒരിക്കലും എന്ത് ലിബറേറ്റ് ചെയ്യില്ല? ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, നേരത്തെ പറഞ്ഞ പോലെ ഒരു 2-3 മെറ്റൽ തന്നു, കാൽസ്യം, അയേൺ, അലുമിനിയം, കാൽസ്യം, അയേൺ, അലുമിനിയം. ഇതിൽ ഏറ്റവും കൂടുതൽ മെറ്റലും ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുന്ന ആരാണ്? കാൽസ്യമാണ്. പിന്നെ ആരാണ്? പിന്നെ അലുമിനിയമാണ്. പിന്നെ അയേൺ ആണ്. നമുക്കൊരു 3 എണ്ണം തരും. എന്നിട്ട് അതിൻ്റെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 3 റിയാക്ഷനാണ് ആദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അതിനുശേഷമാണ് എന്ത് പറയുന്നത്? ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളടുത്ത് പറയുന്നത്. കാരണം ആദ്യം ഈ 3 റിയാക്ഷൻ പറഞ്ഞിട്ട് അതിലൂടെ എങ്ങോട്ട് എത്തുകയാണ്? റിയാക്ടിവിറ്റി സീരീസിലോട്ട് എത്തുകയാണ്. ഞാൻ ആദ്യം തന്നെ റിയാക്ടിവിറ്റി സീരീസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഈ 3 റിയാക്ഷൻസ് അങ്ങ് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയും. ആദേശ രാസപ്രവർത്തനം അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്.
ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അഥവാ ആദേശരാസ പ്രവർത്തനം നമുക്കതിൻ്റെ പേരിൽ നിന്ന് തന്നെ അറിയാം. എന്തോ ഡിസ്പ്ലേസ് ചെയ്യാണ്, ഒരാൾക്ക് പകരം വേറൊരാൾ വരുന്നതാണ് അല്ലേ, ഡിസ്പ്ലേസ് ചെയ്യാം. നമുക്ക് നോക്കാം, നമ്മൾ ഒരു പാത്രം എടുത്തിട്ട്, ഒരു ബീക്കർ എടുത്തിട്ട്, ആ ബീക്കറിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ്, ഇതെന്താണ് സാധനം, CuSO4, കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷനാണ്, ലായനിയാണ്. കോപ്പർ സൾഫേറ്റ് ലായനി. കോപ്പർ സൾഫേറ്റ് ലായനി എടുത്തു ഒരു ബീക്കറിൽ. എന്നിട്ട് ഈ കോപ്പർ സൾഫേറ്റ് ലായനിയുടെ കളർ നമുക്കറിയാം, തുരിശ് എന്നൊക്കെ പറയുന്ന സാധനമാണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു നീല കളറാണ്. ആ കോപ്പർ സൾഫേറ്റ് ലായനിയിലോട്ട് നമ്മൾ ഒരു സിങ്കിൻ്റെ ഒരു കഷ്ണം അതിലോട്ട് ഇറക്കി വെക്കുകയാണ്. ഞാൻ അതിലോട്ട് ഒരു സിങ്കിൻ്റെ കഷ്ണം ഇറക്കി വെച്ചു. ഇതെന്താണ് സാധനം, സിങ്കിൻ്റെ ഒരു കഷ്ണം. നമ്മളതിൻ്റെ സിങ്ക് റോഡ് എന്ന് പറയാം. ഒരു സിങ്ക് റോഡ് ഇറക്കി വെച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഒരു കോപ്പർ സൾഫേറ്റ്, ഒരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് ലായനി എടുത്തു, അതിലോട്ട് എന്ത് ഇറക്കി വെച്ചു, ഒരു സിങ്ക് റോഡ് നമ്മൾ ഇറക്കി വെച്ചു. കോപ്പർ സൾഫേറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സിങ്ക് റോഡ് ഇറക്കി വെച്ചു. ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളർ എന്ന് പറയുന്നത് എന്താണ്, നീല കളറാണ്. ആ നീല കളറ് ക്രമേണ അങ്ങ് ഇല്ല, കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ നീല കളറ് ഫെയ്ഡായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താണ് കാരണം? അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റും സിങ്കും തമ്മിൽ റിയാക്ഷൻ നടക്കുമ്പോഴാണല്ലോ അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാവുന്നത്. ഒരു റിയാക്ഷൻ നടക്കുന്നില്ലാണ് ഈ കളർ ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല. ഉദാഹരണം നമുക്ക് നോക്കാം, ആപ്പിൾ ചെത്തി വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ കളറ് മാറുന്നുണ്ട്. അവിടെ എന്താ നടന്നത്, ആപ്പിളും ഓക്സിജനും തമ്മിൽ, അറ്റ്മോസ്ഫിയറിക് എയറും തമ്മിൽ എന്ത് ചെയ്തു, രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അതുകൊണ്ടാണ് ആപ്പിളിൻ്റെ കളർ മാറിയത്. അതേപോലെ കോപ്പർ സൾഫേറ്റ് വെറുതെ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ കളർ മാറുന്നില്ല. എപ്പോഴാണ് കളർ മാറുക, അവിടെ എന്തോ റിയാക്ഷൻ നടന്നു. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലോട്ട്, ലായനിയിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സിങ്കിൻ്റെ കഷ്ണം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, കളർ ഫെയ്ഡായത്. നമുക്ക് നോക്കാം, നമ്മുടെ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് ഇതൊരു മെറ്റലിൻ്റെ സംയുക്തമാണ്, കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ എങ്ങനെയാണ് ഉണ്ടാവുക, കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് Cu2+ഉം SO4 ആയിരിക്കും. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് എന്താണ്, Cu2+ഉം SO4 ആണ്, അയോണിക്കാണ്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ Cu2+ഉം SO4 ആണ്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ മൈൻഡിലിങ് കയറണം, എന്താണ്, Cu2+ഉം SO4 ആണ്. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റിലോട്ടാണ്, അതായത് കോപ്പർ സൾഫേറ്റ് CuSO4ൽ നമുക്കറിയാം Cu2+ഉം SO4 ആണ്. ഇതിലോട്ടാണ് സിങ്ക് എന്ന് പറയുന്ന ഒരാളങ്ങ് കയറി ചെല്ലുന്നത്. എന്താ Cu2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2+ എന്ന് പറയുമ്പോഴൊക്കെ എന്ത് നഷ്ടപ്പെട്ട അവസ്ഥയാണ്, ഇലക്ട്രോൺ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. മൈനസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ കിട്ടിയ അവസ്ഥ. അതായത് ഇവിടെ കോപ്പറിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കോപ്പർ മെറ്റൽസ് എപ്പോഴും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യും, ഇലക്ട്രോ പോസിറ്റീവാണ്. അതുകൊണ്ട് എപ്പോഴും മെറ്റൽസിന് പോസിറ്റീവ് ചാർജേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മെറ്റൽ ഇവിടെ ഈ കോപ്പർ എന്ത് ചെയ്തു, SO4ന് 2 ഇലക്ട്രോൺ കൊടുത്തു. അതുകൊണ്ട് SO4 എന്തായിട്ട് മാറി, 2- ആയിട്ട് മാറി. അപ്പോൾ കോപ്പർ എന്തായിട്ട് മാറി, 2+ ആയി. 2 കൊടുത്തോണ്ട് 2+. ഇനി 1 കൊടുത്തു കഴിഞ്ഞാലോ 1+, 3 കൊടുത്തു കഴിഞ്ഞാലോ 3+, 3 കിട്ടിക്കഴിഞ്ഞാലോ 3-. ഓക്കെ. അപ്പോൾ കോപ്പർ 2 ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ട്, SO4 എന്ത് ചെയ്തിട്ടുണ്ട്, 2 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിലോട്ട് സിങ്ക് വരികയാണ്. സിങ്ക് കൊടുക്കുക, വാങ്ങ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, സിങ്ക് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സിങ്കിന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് 0 എന്നിടാം. കാരണം കൊടുക്കലും വാങ്ങലൊന്നും സിങ്കിന് നടന്നിട്ടില്ല. അങ്ങനെ 0 ഉള്ള ഒരു സിങ്ക് എങ്ങോട്ട് വരികയാണ്, കോപ്പർ സൾഫേറ്റിലോട്ട് വരികയാണ്. കോപ്പർ സൾഫേറ്റിലോട്ട് വരുമ്പോൾ നോക്കുക, ഇവിടെ കോപ്പർ സിങ്ക്, നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് ഇങ്ങ് എടുക്കുക. സിങ്ക് ഇതാ ഇവിടെ കിടക്കുന്നു, കോപ്പറോ കുറേ താഴെ ഇവിടെ കിടക്കുന്നു. സിങ്ക് കോപ്പർ, സിങ്ക് കോപ്പർ, സിങ്ക് കോപ്പർ. ആരാ മുകളിൽ, സിങ്കാണ് മുകളിൽ.
അപ്പോൾ റിയാക്ടിവിറ്റി ആർക്കാ കൂടുതൽ? സിങ്കിനാണ് കൂടുതലുള്ളത്. അപ്പോൾ സിങ്ക് ഇങ്ങനെ നോക്കുമ്പോൾ കോപ്പർ അവിടെ റിയാക്ഷൻ നടത്തിയതായിട്ട് കാണുകയാണ്. കോപ്പർ റിയാക്ഷൻ നടത്തി കിടക്കുകയാണ്. സിങ്ക് ആണെങ്കിലോ ഒരു റിയാക്ഷനും നടത്തിയിട്ടില്ല. കോപ്പർ റിയാക്ഷൻ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് 2+ കിട്ടിയത്. കോപ്പർ റിയാക്ഷൻ നടത്തി, സിങ്ക് റിയാക്ഷൻ നടത്തിയിട്ടില്ല. അപ്പോൾ സിങ്ക് നോക്കി നിങ്ങൾ, സിങ്ക് ആണ് റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലുള്ളത്, കോപ്പർ താഴെയുള്ളത്. അപ്പോൾ ആരാ റിയാക്ഷൻ ശരിക്കും നടത്തേണ്ടത്? സിങ്കും കോപ്പറും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, താരതമ്യം ചെയ്യുമ്പോൾ ആരാ റിയാക്ഷൻ നടത്തേണ്ടത്? സിങ്ക് ആണ് നടത്തേണ്ടത്. പക്ഷേ സിങ്ക് ഇവിടെ വന്ന് നോക്കിയപ്പോൾ കോപ്പർ അവിടെ റിയാക്ഷൻ നടത്തി കിടക്കുകയാണ്. അപ്പോൾ സിങ്ക് എന്ത് ചെയ്തു? കോപ്പറിനോട് പോടാവിടുന്നെന്ന് പറയും. കോപ്പറിനോട് പോടാവിടുന്ന് പറഞ്ഞിട്ട് സിങ്ക് എന്ത് ചെയ്യും? അവിടെ റിയാക്ഷൻ നടക്കും. അപ്പോൾ എന്താ സംഭവിക്കുക നോക്കുക, ഇവിടെ ഇതെന്തായിട്ട് മാറും? ഇത് സിങ്ക് റിയാക്ഷൻ നടക്കും. ZnSO4 പ്ലസ് Cu ആയിട്ട് മാറും. ZnSO4 പ്ലസ് Cu ആവുമ്പോൾ SO4 എപ്പോഴും 2- ആണ്. അപ്പോൾ സിങ്ക് എന്തായിട്ട് മാറും? 2+ ആയിട്ട് മാറും. സിങ്ക് 2+ ആയിട്ട് മാറും. കോപ്പർ 2+ ആണോ? അല്ല, കോപ്പറിന് ഇവിടെ നഷ്ടപ്പെട്ടിട്ട് കോപ്പർ ഇവിടെ SO4 കൊടുത്തിട്ടുള്ള 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ 2 ഇലക്ട്രോണ് കോപ്പറിന് ആര് കൊടുക്കും? കോപ്പറിന് ആര് കൊടുത്തു? സിങ്ക് കൊടുത്തു. അപ്പൊ കോപ്പർ 2 ഇലക്ട്രോൺ ആദ്യം നഷ്ടപ്പെട്ടു, 2+ ആയിരുന്നു. ആ 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് കിട്ടി. 2+ + 2-, ഒരു +2ഉം ഒരു -2ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? കോപ്പർ 0 ആയിട്ട് മാറി. ഞാൻ ഒന്നും കൂടി പറയാം, മനസ്സിലാവുന്നത് ഒന്നും കൂടി ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ കോപ്പർ സൾഫേറ്റിലോട്ട് നമ്മൾ സിങ്കിനെ ഇറക്കി വെച്ചു. അതായത് കുറച്ചും കൂടി റിയാക്ടിവിറ്റി കൂടിയ ആളാണ് ആരെന്ന് പറയുന്നത്? സിങ്ക് എന്ന് പറയുന്നത്. കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയ ആളാണ് ആരെന്ന് പറയുന്നത്? സിങ്ക് എന്ന് പറയുന്നത്. അങ്ങനെ കോപ്പർ സൾഫേറ്റിലോട്ട് നമ്മൾ സിങ്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പറും സിങ്കും തമ്മിൽ റിയാക്ടിവിറ്റി ആർക്കാണ് കൂടുതൽ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതലുള്ളത്? സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതലുള്ളത്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കോപ്പറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സിങ്കിന് എന്ത് കൂടുതലാണ്? റിയാക്ടിവിറ്റി കൂടുതലാണ്. അങ്ങനെ സിങ്കിന് റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് ഇവിടെ ശരിക്ക് സിങ്കും കോപ്പറും കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കോപ്പർ 2 ഇലക്ട്രോൺ ഓൾറെഡി കൊടുത്ത് റിയാക്ഷൻ നടന്നിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോഴാണ് സിങ്ക് അങ്ങോട്ട് കയറി ചെന്നത്. സിങ്ക് നോക്കുമ്പോൾ ആര് റിയാക്ഷൻ നടത്തിയിട്ടുണ്ട്? കോപ്പർ റിയാക്ഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയ സിങ്കോ റിയാക്ഷൻ നടത്തിയിട്ടില്ല. അപ്പോൾ സിങ്ക് എന്ത് ചെയ്യും? കോപ്പറിനോട് പറയും, നീ പൊയ്ക്കോ, ഞാൻ നിനക്ക് 2 ഇലക്ട്രോണിനെ തരാമെന്ന് പറഞ്ഞിട്ട് സിങ്ക് ആർക്ക് ഇലക്ട്രോണിനെ കൊടുത്തു? കോപ്പറിന് ഇലക്ട്രോണിനെ കൊടുത്തു. കോപ്പറിന് 2 ഇലക്ട്രോണാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലേ? കോപ്പറിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കോപ്പർ 2+ ആയത്. ഈ കോപ്പർ 2+നോട്ട് സിങ്ക് എന്ത് ചെയ്തു? 2 ഇലക്ട്രോണിനെ കൊടുത്തു. അപ്പോൾ കോപ്പർ 2+2 എന്തായിട്ട് മാറി? കോപ്പർ 0 ആയിട്ട് മാറി. സിങ്ക് എന്താ ചെയ്തത്? സിങ്ക് കോപ്പറിന് എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ സിങ്ക് എന്തായിട്ട് മാറി? 2- ആയിട്ട് 2+ ആയിട്ട് മാറി. അപ്പോൾ സിങ്ക് 2+ ആരുമായിട്ട് യോജിച്ചു? പിന്നെ SO4. അപ്പോൾ സൊല്യൂഷൻ എന്തായിട്ട് മാറി? ZnSO4 ആയിട്ട് മാറി. നോക്കുക, ഇവിടെ കോപ്പർ ഇലക്ട്രോണിനെ സ്വീകരിച്ചു. കോപ്പർ ഇലക്ട്രോണിനെ സ്വീകരിച്ചു, ഇലക്ട്രോണിനെ കിട്ടി. ഇലക്ട്രോണിനെ കിട്ടുന്ന പ്രവർത്തനത്തിന് നമ്മൾ പറയുന്ന പേരാണ് റിഡക്ഷൻ എന്ന്. കോപ്പറിന് എന്ത് ചെയ്തു? ഇലക്ട്രോണിനെ കിട്ടി. അതിനെ നമ്മൾ പറയുന്ന പേരെന്താ? റിഡക്ഷൻ എന്ന് പറയും. സിങ്ക് എന്ത് ചെയ്തു? സിങ്ക് ഇലക്ട്രോണിനെ കൊടുത്തു. ലോസ് ഓഫ് ഇലക്ട്രോൺ, നമ്മൾ അതിന് എന്ത് പേര് പറഞ്ഞു? ഓക്സിഡേഷൻ. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രോസസ്സ് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ലോസ്, ലിയോ loss of electron oxidation, gain of electron reduction, ലിയോ എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ മതി. അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, സിങ്കിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, സിങ്ക് കോപ്പറിനങ്ങ് കൊടുത്തു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു 10 രൂപ തരികയാണെങ്കിൽ എനിക്ക് 10 രൂപ നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എന്ത് കിട്ടി? 10 രൂപ കിട്ടി. അതേപോലെ സിങ്ക് 2 ഇലക്ട്രോണിന് കോപ്പറിന് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ് സിങ്ക് കൊടുത്തത്? കോപ്പർ ഇവിടെ റിയാക്ഷനിൽ ഏർപ്പെട്ട് കിടക്കുക. സിങ്ക് നോക്കിയപ്പോൾ സിങ്കാണ് റിയാക്ടിവിറ്റി കൂടിയ ആള്. ഈ റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് അവിടെ സമ്മതിക്കോ? ഇല്ല. സിങ്ക് കോപ്പറിനെ പറഞ്ഞയക്കാണ്, നീ പൊയ്ക്കോ, നിന്റെ 2 ഇലക്ട്രോൺ ഞാൻ തരാം എന്ന് പറഞ്ഞ് കോപ്പറിനെ പറഞ്ഞയച്ചു. അപ്പോൾ സിങ്ക് എന്ത് ചെയ്തു? സൊല്യൂഷനിലോട്ട് വന്നു. ഇതെന്തായിട്ട് മാറി? സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറി. അതായത് നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു സൊല്യൂഷനിൽ റിയാക്ടിവിറ്റി കൂടിയ ആള് ഒരു മെറ്റലുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ കോപ്പർ സൾഫേറ്റ് ഒരു മെറ്റലിൻ്റെ സംയുക്തത്തിൻ്റെ ലായനി സൊല്യൂഷൻ ഒരു
അതിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റലുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റൽ, ആ ലായനിൽ നിന്ന്, ആ സൊല്യൂഷനിൽ നിന്ന് മെറ്റലിനെ മാറ്റി പകരം അവിടെ ആര് വരികയാണ്? അവിടെ നമ്മൾ ഡിപ്പ് ചെയ്ത മെറ്റല്, റിയാക്ടിവിറ്റി കൂടിയ ആൾ കയറി വരുന്നു. ഇങ്ങനെയുള്ള റിയാക്ഷന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം. ഒരാളെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? വേറെ ഒരാൾ, കുറച്ചും കൂടി റിയാക്ടിവിറ്റി കൂടിയ ആൾ കയറി വരുന്ന ഈ രാസപ്രവർത്തനം. ഞാൻ ഒന്നും കൂടി പറയുന്നു. നമ്മൾ കോപ്പർ സൾഫേറ്റ് ലായനി, ഈ കോപ്പർ സൾഫേറ്റ് ലായനിയിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? സിങ്ക് റോഡ് ഇറക്കി വെച്ചു. അപ്പൊ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർമ്മയിൽ വേണം കേട്ടോ, അതെന്താണ്? Cu2+ SO4 ആണ്. SO4 ആയപ്പോ അതിലോട്ട് സിങ്ക് വന്നപ്പോ കോപ്പർ സിങ്ക് കൂടിയാണ്, കോപ്പർ കുറഞ്ഞാള്. സിങ്ക് ഇവിടെ 0 ആർക്കും കൊടുത്തിട്ടില്ല, വാങ്ങിയിട്ടില്ല, റിയാക്ഷൻ നടന്നിട്ടേ ഇല്ല. പക്ഷെ കോപ്പർ റിയാക്ഷൻ നടന്നു. സിങ്ക് സമ്മതിക്കോ? ഇല്ല, കാരണം സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടിയത്. അതുകൊണ്ട് ഈ സിങ്ക് എന്ത് ചെയ്യും? കോപ്പറിന് നഷ്ടപ്പെട്ടിട്ടുള്ള 2 ഇലക്ട്രോൺ ആർക്ക് കൊടുക്കുകയാണ്? സിങ്ക് 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയിട്ട് ഈ 2 ഇലക്ട്രോൺ ആര് വാങ്ങിച്ചു? കോപ്പർ വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ കോപ്പർ അവിടുന്ന് പോന്നു. പകരം ഈ സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് എന്നുള്ള സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് ആകുമ്പോഴല്ലേ നീല കളർ മക്കളെ? ആ സൊല്യൂഷൻ എന്തായിട്ട് മാറി? സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറി. അതെന്തായിട്ട് മാറി? സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറി. അതാണ് അതിൻ്റെ നീല കളറ് ഫെയ്ഡ് ആവാനുള്ള കാരണം. ഇവിടെ ഇലക്ട്രോൺ കൊടുക്കുന്ന ആള്, ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആള്, ലോസ് ചെയ്യുന്ന ആള്, ലോസ് ഓഫ് ഇലക്ട്രോൺ ചെയ്യുന്ന ആള്, അയാൾ നമ്മൾ പറയുന്ന പേര്, ആ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേര് ഓക്സിഡേഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇലക്ട്രോൺ കിട്ടുന്ന റിയാക്ഷൻ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇതിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ നടന്നു? സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു. അതായത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലുള്ള ആൾക്ക് ഓക്സിഡേഷൻ. ആരാണ് ഇവിടെ മുകളിലുള്ള ആള്? സിങ്ക്. താഴെയുള്ള ആളാ ആരാ? കോപ്പർ. കോപ്പറിന് എന്ത് സംഭവിക്കും? റിഡക്ഷൻ. വളരെ സിമ്പിളാ. താഴെയുള്ള ആള് വാങ്ങും, മുകളിലുള്ള ആള് കൊടുക്കും. ഓക്കെ, മുകളിലുള്ള ആള് എപ്പോഴും എന്ത് ചെയ്യും? കൊടുക്കും, ഇലക്ട്രോണിനെ കൊടുക്കും. താഴെയുള്ള ആൾ എന്ത് ചെയ്യും? വാങ്ങും. അപ്പോൾ മുകളിലുള്ള ആൾക്ക് ലോസ് ചെയ്യും, നഷ്ടപ്പെടും. ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ. മുകളിലുള്ള ആൾക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു, താഴെയുള്ള ആൾക്ക് എന്ത് സംഭവിക്കുന്നു? റിഡക്ഷൻ സംഭവിക്കുന്നു, കിട്ടുന്നു. അപ്പൊ ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും, ഓക്സിഡേഷന്റെ മലയാളം എന്താ? ഓക്സീകരണം. ഓക്സിഡേഷന്റെ മലയാളം എന്താ? ഓക്സീകരണം. റിഡക്ഷന്റെ മലയാളം എന്താ? റിഡക്ഷന്റെ മലയാളം നിരോക്സീകരണം. ഇവിടെ ഓക്സീകരണം. ഇവിടെ എന്ത് ചെയ്യുന്നു? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സീകരണം. ഇവിടെ നിരോക്സീകരണം. റിഡക്ഷന്റെ മലയാളം എന്താണ്? നിരോക്സീകരണം. അപ്പോൾ ഓക്സിഡേഷനും ഓക്സീകരണവും നിരോക്സീകരണവും സംഭവിക്കുന്നു. ഇങ്ങനെ ഈ 2 റിയാക്ഷനും കൂടി നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന പ്രവർത്തനത്തിന് നമ്മൾ പറയുന്ന പേരെന്താ? റിഡോക്സ് റിയാക്ഷൻ. മലയാളം എന്താ റിഡോക്സിന്റെ? റിഡോക്സ് തന്നെയാ. റിഡോക്സ് റിയാക്ഷൻ. അപ്പോ ഓക്സീകരണം, നിരോക്സീകരണം ഈ 2 റിയാക്ഷനും നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡോക്സ് പ്രവർത്തനം. അപ്പൊ ഇതൊരു റിഡോക്സ് പ്രവർത്തനം. ഇവിടെ റിഡോക്സ് പ്രവർത്തനത്തിൽ ആർക്കാണ് ഓക്സീകരണം സംഭവിച്ചത്? മുകളിലുള്ള ആള്. ആരാണ് മുകളിലുള്ളത്? സിങ്ക്. ഓക്കെ, അപ്പൊ അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടന്നു. താഴെയുള്ള ആളാരാണ്? കോപ്പറാണ്. അയാൾക്ക് എന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു. ഓക്കെ, അപ്പൊ മുകളിലുള്ള ആള്, താഴെയുള്ള ആള് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം തരാം. നമ്മളൊരു ബീക്കറിൽ MgSO4 എടുത്തു, മെഗ്നീഷ്യം സൾഫേറ്റ് എടുത്തു. മെഗ്നീഷ്യം സൾഫേറ്റ്, അതിലോട്ട് നമ്മൾ ഒരു കഷ്ണം കോപ്പർ ഇറക്കി വെച്ചു. മെഗ്നീഷ്യം സൾഫേറ്റിലോട്ട് നമ്മൾ എന്തിറക്കി വെക്കുകയാണ്? കോപ്പർ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 മെറ്റൽ ഉണ്ട്, ഒന്ന് മെഗ്നീഷ്യവും ഒന്ന് കോപ്പറും. മെഗ്നീഷ്യവും കോപ്പറും അല്ലേ? മെഗ്നീഷ്യം SO4 മെഗ്നീഷ്യം 2+ കോപ്പർ. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആദേശരാസ പ്രവർത്തനം നടക്കുമോ? നോക്കുക, ആദേശരാസ പ്രവർത്തനം നടക്കണമെങ്കിൽ ഇവിടെ ഇറക്കി വെക്കുന്ന ഈ റോഡ്, ഈ ദണ്ടിന് റിയാക്ടിവിറ്റി കൂട്ടണം. ഇയാള് ഈ മെഗ്നീഷ്യത്തിന്റെ മുകളിലാവണം റിയാക്ടിവിറ്റി സീരീസിൽ. ഒന്നുകൂടി പറയുന്നു, ആദേശരാസ പ്രവർത്തനം അഥവാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അത് നടക്കണമെങ്കിൽ ഇവിടെ ഈ ഇറക്കി വെക്കുന്ന ഈ റോഡ് ഉണ്ടല്ലോ, ഈ ദണ്ട് ഇയാള്
രണ്ടാമത്തെ ഈ മെറ്റലിന്റെ സൊല്യൂഷൻ ഉണ്ടല്ലോ, ഈ മെറ്റലിനേക്കാളും റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലായിരിക്കണം. അതായത് കോപ്പർ മെഗ്നീഷ്യത്തിന്റെ മുകളിലാണെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ, ആദേശ രാസപ്രവർത്തനം നടക്കുകയുള്ളൂ. അപ്പോൾ നോക്കുക, കോപ്പർ ആണോ മെഗ്നീഷ്യം ആണോ മുകളില്? മെഗ്നീഷ്യം കഴിഞ്ഞ് കുറെ താഴെയാണ് കോപ്പർ, മെഗ്നീഷ്യം ആണ് മുകളില്, മെഗ്നീഷ്യം താഴെയല്ല. ഇവിടെ എങ്ങനെയായിരുന്നു? Zn മുകളില് കോപ്പർ താഴെ, ഇവിടെ പക്ഷേ കോപ്പർ താഴെയാണ്, മെഗ്നീഷ്യം മുകളിലാണ്. അങ്ങനെയാകുമ്പോൾ, അതായത് കോപ്പർ മുകളിലാണ് എങ്കിൽ ഈ ഇറക്കി വെക്കുന്ന ദണ്ട് അയാൾ താഴെയാണെങ്കിൽ, ഇപ്പൊ നോക്കുക മെഗ്നീഷ്യത്തിനേക്കാളും താഴെയാണെങ്കിൽ അവിടെ ഒരിക്കലും എന്ത് നടക്കൂല, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കില്ല. ഇവിടെ ഒരു റിയാക്ഷനും ഉണ്ടാവില്ല. ഇതിൽ എന്തുണ്ടാവില്ല? ഒരു റിയാക്ഷനും ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇവിടെ കോപ്പറാണ് താഴെ, മെഗ്നീഷ്യമാണ് എവിടെ ഉള്ളത്? മുകളിലുള്ളത്. ഇനി ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. നമ്മൾ വേറെ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബീക്കർ എടുത്തിട്ട് ആ ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബീക്കർ എടുത്തു, ബീക്കറിൽ നമ്മൾ നേരത്തെ പോലെ കോപ്പർ സൾഫേറ്റ് ലായനി സൊല്യൂഷൻ എടുക്കുന്നു, അതിലോട്ട് നമ്മൾ മെഗ്നീഷ്യം റോഡ് ഡിപ്പ് ചെയ്യുന്നു. മെഗ്നീഷ്യം, അപ്പൊ ഇറക്കി വെച്ച ആള് മെഗ്നീഷ്യം, ഇതെന്തുവാണ്? കോപ്പർ സൾഫേറ്റും ആണ്. അപ്പൊ നോക്കുക, അങ്ങനെയാണെങ്കിൽ മെഗ്നീഷ്യം ആണ് മുകളിലെ, കോപ്പർ താഴെയാണ്. അപ്പൊ ഇറക്കി വെച്ച റോഡ് മുകളിലും സൊല്യൂഷന്റെ മെറ്റൽ താഴെയുമാണ് എങ്കിൽ ഇറക്കി വെച്ച റോഡ് ഇതേപോലെയായി അല്ലെ? അപ്പൊ ഇവിടെ എന്ത് നടക്കും? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുക? മുകളിലുള്ള ആൾക്ക് മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിക്കും, കോപ്പറിന് റിഡക്ഷൻ സംഭവിക്കും. അപ്പൊ അവിടെ ഒരു ഓക്സിഡേഷൻ, ഒരു ഓക്സീകരണത്തിന്റെ രാസപ്രവർത്തനം ഉണ്ടായിരിക്കും, ഒരു നിരോക്സീകരണത്തിന്റെ രാസപ്രവർത്തനം ഉണ്ടായിരിക്കും, ഇല്ലേ? ഒരു റിഡോക്സ് റിയാക്ഷന്, അതായത് ഓക്സീകരണം ഉണ്ടാവും, നിരോക്സീകരണം ഉണ്ടാവും. അതിന്റെ ഓക്സീകരണത്തിന്റെയും നിരോക്സീകരണത്തിന്റെയും ഇക്വേഷൻ ഒന്ന് നിങ്ങളൊന്ന് എഴുതിയിട്ട് വരിക അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ. അപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഇറക്കി വെക്കുന്ന ഈ റോഡ് അയാള് ഈ റിയാക്ടിവിറ്റി സീരീസിൽ ഈ സൊല്യൂഷനിലുള്ള മെറ്റലിനേക്കാളും മുകളിലാണെങ്കിൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുകയുള്ളൂ? ആദേശ രാസപ്രവർത്തനം സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും അവിടെ എന്ത് സംഭവിക്കില്ല? ആദേശ രാസപ്രവർത്തനം സംഭവിക്കില്ല. ഇങ്ങനെ സംഭവിക്കുന്ന രാസപ്രവർത്തനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ റിയാക്ടിവിറ്റി സീരീസ് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഈ കോപ്പർ സൾഫേറ്റ് ലായനിയിലോട്ട് മെഗ്നീഷ്യം റോഡ് ഇറക്കി വെച്ച് കഴിഞ്ഞാലുള്ള ഓക്സീകരണത്തിൻ്റെയും നിരോക്സീകരണത്തിൻ്റെയും ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? എഴുതുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി, സംശയങ്ങൾക്ക് ഉത്തരം തരും. ഓക്കെ, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.